കളിക്കാൻ പോകുന്നത് ബി ആർ റാങ്ക്ഡ് ആണ്. അത് ബാറ്റിൽ റോയലിൻ്റെ റാങ്ക്ഡ്. ഞാൻ ലാസ്റ്റ് ടൈം ക്ലാഷ് കോഡ് റാങ്ക്ഡിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. കുറച്ച് ഞാൻ ഈ ദിവസമായിട്ട് ബിസി ആയിരുന്നു. എൻ്റെ ഇതൊക്കെ കുറേ പ്രോജക്റ്റൊക്കെ ഞാൻ മേക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് താഴെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അത് കാണിക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇത് കുറേ നേരം സ്റ്റാർട്ട് ആവുന്നത് ഒരുത്തിനും ഇല്ലേടെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കുറേ ദിവസമായി. ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറേ നോക്കുമ്പോൾ ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ പിന്നീട് നോക്കുക സ്റ്റാർട്ടായ പിന്നീട് ക്യാൻസൽ ചെയ്യാൻ പോയപ്പോൾ സ്റ്റാർട്ടായി. ഇങ്ങനെ ഞാൻ കുറേ നേരം പിന്നെ വിചാരിച്ചു അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാത്തിൻ്റെ തലയിൽ അടിച്ചു പൊട്ടിക്കാൻ. പിന്നെ ഞാൻ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പുതിയ വ്യൂ ഇൻഫോ അറിയാമല്ലോ. ഞാൻ കുറേ ദിവസമായിട്ട് നോക്കുന്നു അപ്ഡേറ്റ്സിന് ശേഷം ഇതിലെന്തോ സംഭവം എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം താഴെ കാണാൻ കഴിക്കുന്നത്. ഞാനായിട്ട് ഇവിടെ കുറേ നേരം താഴെ ഓരോ ബോക്സിംഗ് ജിമ്മിലോട്ട് ഞാൻ പോകുന്നു. അല്ലെങ്കിൽ വേണ്ട ഫാമോ ടോപ്പി ഇറങ്ങാന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും അത്ര ദൂരം എനിക്ക് പോകാൻ പറ്റില്ല. പിന്നീട് ഞാനാണെങ്കിൽ കുറേ നേരമായിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. പിന്നെ ആ ഇമോട്ട് ഇട്ടവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവന് ഞാൻ ഒരിക്കലെങ്കിലും കൊല്ലും. പിന്നെ നിങ്ങൾ അറിഞ്ഞോ ഈ ഓട്ടോ റിവൈവലിൻ്റെ കാര്യം? അത് ഞാൻ ഒരിക്കൽ ചാവും ഈ കളിയിൽ. പിന്നീട് ഞാൻ പറ്റും ഓട്ടോ റിവൈവൽ തുടങ്ങി. ഞാൻ വന്ന് കയറിയപ്പോൾ ഫമാസ് വന്ന് കിട്ടി. ഞാനാണെങ്കിൽ ഇത് അത് വെച്ച് സൂം ചെയ്യുന്നത് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ഒരുത്തൻ്റെ അടി എല്ലാവരും കൂടെ അടി ഉണ്ടാകും. ഞാൻ നോക്കുമ്പോൾ ഒരുത്തരും കാണാൻ നോക്കുമ്പോൾ റോക്കറ്റ് മിസൈൽസിലൊക്കെ സൗണ്ട് കേൾക്കുന്നു. ഞാൻ അവസാനം FF കോയിൻസ് എല്ലാം കളക്ട് ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ എല്ലാവരും ഫൈറ്റിൻ്റേതും നോക്കുമ്പോൾ റോക്കറ്റ് മിസൈൽസൊക്കെ ഇട്ട് എല്ലാവരും ഫൈറ്റ്. ഞാൻ നോക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ ഒരുത്തരെയും കാണാനില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മേളിലായിരിക്കും. ഇതിൻ്റെ മേളിൽ നോക്കാമെന്ന് വിചാരിച്ച് പോയി. അവിടെയും ഒരുത്തനെയും കാണാൻ പറ്റുന്നു കാണുന്നില്ല. ഞാനാണെങ്കിൽ മേളിൽ കയറാമെന്ന് വിചാരിച്ചത് മേളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുമ്പോഴാണെങ്കിൽ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ റോബോട്ടിൻ്റെ മാത്രം ഈ പെറ്റിൻ്റെ മാത്രം എല്ലാ പെറ്റിൻ്റെ ഇടാത്ത എന്തെന്ന് ആലോചിക്കുക. ഗറീനയുടെ ആൾക്കാരെല്ലാം കാണുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്ന് ഇട്ടേക്കണേ ഗൈസ്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഫുള്ളും അടി, ഒരുത്തനെയും കാണാനോ. അപ്പോൾ ഒരു അടി വന്നു. ഞാൻ പെട്ടെന്ന് ഗ്ലൂ വാൾ വിട്ട് അവിടെ ഇരിക്കുന്നു. മെഡിക്കറ്റ് ഉപയോഗിക്കും. ഈ മെയിൻ്റെ ഇടയിൽ കൂടെ മെഡിക്കറ്റും പണി വന്നു. മെഡിക്കറ്റും ഇല്ല അടുത്ത് കുറച്ച് മെഡിക്കറ്റേ ഉണ്ടാകുള്ളൂ. അപ്പം ആ ഇമോട്ടിട്ടവനെ എൻ്റെ കയ്യിൽ കിട്ടി. ആ ഇമോട്ടിട്ട് കളിയാക്കിയവനെ കിട്ടി എനിക്ക്. അവട്ട് വെറുപ്പിക്കലായിരുന്നു ലോബി ഇരുന്നത്. പിന്നീട് താവ ഇങ്ങോട്ട് ഓടി വന്നു ഞാൻ ലൂട്ട് അടിക്കാൻ. അപ്പോൾ ഞാൻ ഓടി അടിച്ചു. നല്ല ഡാമേജ് വന്നെങ്കിലും നല്ല ഡാമേജ് വന്നു. പക്ഷെ ഞാൻ അവനെ കൊല്ലുകയും ചെയ്തു. പിന്നീട് ഞാനാണെങ്കിൽ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വല്ല ഒരുത്തൻ നോക്കൗട്ടാക്കി തീർത്തു. അപ്പോഴും ഞാൻ ഞാൻ പിന്നെയും ഞാനാണെങ്കിൽ അവിടെ പിന്നെയും ഫാമോ ടോപ്പിയും ധരിച്ച് മനസ്സിൽ വിചാരിച്ചു ഞാൻ പിന്നെ എന്തിനാണ് അടികൊള്ളാനായിട്ട് പോണേ. ഫുള്ളും പണിയാണ് ഗൈസ്. എനിക്ക് ഗോൾഡൊക്കെ ആയിരുന്നപ്പോൾ ഗോൾഡ് 1 ആയിരുന്നപ്പോൾ നല്ല സിമ്പിളായിരുന്നു. ഇപ്പോൾ ഡയമണ്ട് 2 ആയതിന് ശേഷം ഭയങ്കര പാട്. നമുക്കിതിങ്ങി ഇതിൻ്റെ ജേർണി കാണാൻ നമ്മൾ ഹീറോയ്ക്ക് അടിക്കുന്നവരാ. നമ്മൾ ഈ ഹീറോയ്ക്ക് അടിച്ചതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇടും. മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടായി വീഡിയോ ഇടുന്നതാണ്. കൂടാതെ ഞാനാണെങ്കിൽ ഇത് കുറേ കഷ്ടപ്പെട്ട ഗൈസ്. എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. എനിക്ക് പിന്നെ ഈ ഞാനാണെങ്കിൽ ആ ഗണ്ണ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോന്നു. പിന്നെ റിവൈവ് എന്നെ പോലെ ഞാനാണെങ്കിൽ അവനെ കുറേ വെടി കൊടുത്തിട്ട് നല്ല ഡാമേജ് കൊടുത്തിട്ട്
ഇതിൽ പിടിച്ച് കയറി അവരെ കൊല്ലാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് ഈ കണ്ണും വെച്ചുകൊണ്ട് ഞാൻ എന്ത് മാങ്ങ പറിക്കാൻ പോവേണമെന്ന് തോന്നി. ഞാൻ അവസാനം തിരിച്ചങ്ങോട്ട് തന്നെ പോയി. പക്ഷേ അവരെ നോക്കുമ്പോൾ അവനെ കാണാനില്ല അവിടെ പിന്നെ അവിടെ ഒരു ഫമാസ് വണ്ണ് കിടക്കുന്നുണ്ട്. ഞാൻ പോയി എടുത്ത് ഫമാസ് വണ്ണ് എടുത്ത് എന്നിട്ട് ഞാൻ അവനെയും കൂടെ ഫിനിഷ് ഓഫ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവനെ കാണാനില്ല അവിടെ. ഞാൻ അവസാനം അവിടെ ഒരു ഓടി വരണം കണ്ടിട്ട് മുണ്ടും പൊക്കി ഒറ്റ ഓട്ടമായിരുന്നു അവിടെ നിന്ന്. ഹയോട്ടയ്ക്ക് പിന്നെ മുണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പറയല്ലേ ഗൈസ്. ഞാനാണെങ്കിൽ FF ടോക്കൺ കൊടുത്ത് മുണ്ട് വാങ്ങിക്കാം ഗൈസ്. എൻ്റെ അടുത്ത് അത് ശ്രമിക്കണം ഗൈസ്. ഞാൻ ഇനി അടുത്ത എലൈറ്റ് ഹീറോ കളിക്കുന്നതിൻ്റെ പാർട്ട് 2 വേണേൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പക്ഷേ നിങ്ങളാണെങ്കിൽ ഞാൻ ആദ്യം ഇട്ട വീഡിയോയ്ക്ക് അത് കുറച്ച് സപ്പോർട്ട് തന്നാൽ അതിന് നന്ദിയുണ്ട് ഗൈസ്. താങ്ക് യു. നിങ്ങൾ ഇനി എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. എങ്കിലും എനിക്ക് ഇത്തിരിക്കോള് ഒരു മോട്ടിവേഷൻ കാണും വീഡിയോ പിന്നെ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഞാൻ അവസാനം ഒരു ബുക്കും ഇങ്ങനെ കണ്ട് അവിടെ അവൻ്റെ ഇതിൽ നിന്ന് ഓടാൻ നോക്കിയപ്പോഴേക്കും അവൻ പിന്നെ ഇട്ട് എനിക്ക് ഡാമേജ് വന്നു. അവൻ പിന്നെയായിട്ട് അടിക്കുന്നു. ഞാനാണെങ്കിൽ അവസാനം ഗ്ലൂ വാൾ ഇട്ട് ആ വീട്ടിനകത്ത് കയറി മെഡിക്കറ്റ് ഉപയോഗിക്കാമെന്ന് നോക്കിയപ്പോഴേക്കും മെഡിക്കറ്റ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോ എല്ലാം കൂടെ എടുക്കുന്നതിന് ചെറിയ ലാഗുണ്ട് ഗൈസ്. കൂടാതെ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ നെറ്റും പണി വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എല്ലാം എടുക്കുന്നത്. നിങ്ങളപ്പോൾ എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇനി എൻ്റെ CS റാങ്കഡിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് പറയണേ ഗൈസ്. കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ അതിൻ്റെ പാർട്ട് 2 ഇറക്കാം നാളെ ഗൈസ്. അല്ല ഇന്നോ നാളെ ഞാൻ ഇറക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്നു. വീട്ടിനകത്ത് കയറിയപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഗണ്ണ് വെച്ചിലൂടെ മറ്റവന്മാരിട്ട് വെടി വെച്ചിട്ട് അവിടെ മിസൈലും വിട്ട് കളിച്ചുകൊണ്ടെന്ന് നോക്കുമ്പോൾ മേളിലൊരു ഇത് സ്നൈപ്പർ ആയിരുന്നു. ഈ ഗണ്ണിൻ്റെ പേരറിയാന്നുള്ളവരൊന്ന് അറിയാം. എനിക്ക് അറിഞ്ഞൂടെ ഈ ഗണ്ണിൻ്റെ പേര്. അറിയാമെന്നുള്ളവർക്കൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. എനിക്ക് ആ ഗണ്ണിൻ്റെ പേരറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് അടി നോക്കുമ്പോൾ ഒരുത്തൻ മേളിൽ നിൽക്കണം അവന്. അപ്പോൾ എങ്ങനെ കയറിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ സ്നൈപ്പർ ചൊടിയൊക്കെ നോക്കുമ്പോൾ ബഗ്ഗാണെന്ന് തോന്നിയത്. ഞാൻ നോക്കുമ്പോൾ എത്ര നോക്കിയിട്ട് പറ്റേണ്ടത്. പിന്നെയും ഗ്ലൂ ഉണ്ട് അവിടെ. എനിക്ക് എത്ര നോക്കിയിട്ട് ഞാൻ പറ്റുന്നില്ല. അവസാനം ഒരു ഡാമേജ് കൊടുത്തു. പിന്നെ അവന് എനിക്ക് നല്ല ഡാമേജ് വന്നു. പിന്നെ വെടിയിക്കാൻ പോയപ്പോഴേക്കും വേണ്ടെന്നില്ല. എന്തോ ചെയ്യാൻ ഒന്നും പറ്റുന്നുണ്ട്. അവസാനം ഞാനാണെങ്കിൽ ഈ ഗണ്ണ് വേറെ ഗണ്ണ് ഇട്ട് നോക്കാനായിട്ട് ഈ ബുക്കോങ്ങിട്ട് ക്യാമോഫ്ലാഷ് പവർ ഇട്ടുകൊണ്ട് കയറിയായിരുന്നു. അപ്പം മെഡിക്കറ്റ് കിട്ടി. അവസാനം അവിടെ നിന്ന് പരാഫലും എടുത്ത് ഞാൻ അവസാനം അങ്ങോട്ട് പോയി. പരാഫിൻ്റെ സ്കിന്നൊന്നും ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഈ പരാഫലും എടുത്ത് മെഡിക്കറ്റ് ഉപയോഗിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവൻ അവിടെ നിന്ന് അപ്പോഴേക്കും ഇറങ്ങി ഓടി. പിന്നെ ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ അവൻ അവിടെ കാണാനില്ല. അവൻ എങ്ങോട്ടൊക്കെയോ ഇറങ്ങി ഓടി. അവൻ ജീവനും കൊണ്ട് ഓടിയെന്ന് തോന്നുന്നു. വേറെ മറ്റേ ഉക്കോങ്ങാണെങ്കിൽ അവന് കുറേ ഡാമേജ് കൊടുത്തു. അതും കേട്ടുണ്ടാവും ഓടിയോളം. അവസാനം ഞാൻ നോക്കുമ്പോൾ ഒരുത്ത എയർ ഡ്രോപ്പ് ഫില്ല് ചെയ്യുന്ന പോലെ തോന്നിയിരിക്കും. ഞാൻ അവസാനം അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒരുത്തന്നെ ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ സൂപ്പർ മെഡിക്കറ്റ് കടയിൽ നിന്ന് കിട്ടി. അതും എടുത്ത് അവിടെ നിന്ന് പോയി. പിന്നെ SMG ബുള്ളറ്റും ഷീൽഡ് ഗണ്ണ് എടുത്ത് അവിടെ നിന്ന്. ഈ ഷീൽഡ് ഗണ്ണ് ഞാൻ കുറേ ദിവസം കളിച്ചിട്ട് ഈ അപ്ഡേറ്റിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവുമായിരുന്നു ഞാൻ. അപ്പോൾ എയർ ഡ്രോപ്പിന് അടുത്ത് പോയപ്പോൾ ആണെങ്കിൽ ഒരുത്തനെയും കാണാനില്ല അവിടെ. എനിക്ക് തോന്നിയതായിരിക്കണം. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരു ഫൈറ്റ് നടക്കണം. അവിടെ എയർ ഡ്രോപ്പും ഒരുത്ത ഫില്ല് ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു ഗായ്സ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഷീൽഡ് കണ്ട് സൂം ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടോ. അങ്ങനെ ഞാൻ പോവായിരുന്നു ഗായ്സ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. അമ്മീ നിങ്ങൾ എന്നെ കണ്ടറിയുക ഗായ്സ്. ഞാൻ ആ എയർ ഡ്രോപ്പ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ആരായെന്ന് ഞാൻ തന്നെ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കും. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ ഒരു തന്നെ കാണാനില്ല. ഞാൻ ഈ ലെവൽ 2 വെസ്റ്റ് എടുക്കാനായിട്ട് കുറേ ചാടി കയറുന്നു. അപ്പം അപ്പോഴും ഞാൻ നോക്കണം ഒരുത്തനെയും കാണാനില്ല. ഞാൻ അവസാനം വെസ്റ്റും എടുത്ത്
എന്നെ മണ്ടാന്ന് വിളിക്കില്ല. അവിടെ ഒരു വഴിയുണ്ടായത്, അതിപ്പോഴാണ് കണ്ടത്. ഞാൻ നെസറ്റർ എനിക്ക് അത്ര അറിയാം. ആടാ അപ്പോഴേക്കും ഒരുത്തം വച്ച് ബാക്കിൽ നിന്ന് ഇമോട്ടിട്ട് കളിയാക്കാൻ വന്നു. അയ്യവനെയാണ് ഞാൻ കുറേ ഡാമേജ്. അഥവാ 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്.